ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ. തിരുവനന്തപുരത്ത് VSSCയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. BJPയുടെ പദയാത്രാ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 31 റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെ രാജ്യത്തെ 554 സ്റ്റേഷനുകളുടെ നവീകരണത്തിന് പ്രധാനമന്ത്രി അല്പസമയത്തിനകം തുടക്കം കുറിക്കും. ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനം സമൂഹത്തിന്റെ പൊതു ഉത്തരവാദിത്തമെന്ന് മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് മുള്ളൻകൊല്ലി പുൽപ്പള്ളി മേഖലകളിൽ ഭീതി വിതച്ച കടുവ വനം വകുപ്പിന്റെ കൂട്ടിലകപ്പെട്ടു. ഇംഗ്ലണ്ടിനെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയപ്രതീക്ഷയിൽ ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ. തിരുവനന്തപുരം തുമ്പ VSSCയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ഗഗൻയാൻ ദൌത്യത്തിന്റെ നടപടികൾ അവലോകനം ചെയ്യുന്ന അദ്ദേഹം പിന്നീട് VSSCയുടെ 3 പ്രധാന സാങ്കേതിക സംവിധാനങ്ങൾ രാഷ്ട്രത്തിന് സമർപ്പിക്കും. VSSC ഉദ്യോഗസ്ഥരുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. തുടർന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന BJP കേരള പദയാത്രയുടെ സമാപന സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ 554 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിന് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി തുടക്കം കുറിക്കും. 1500 റെയിൽവേ മേൽപ്പാലങ്ങളും അടിപ്പാതകളും നിർമ്മിക്കുന്നതിനും തുടക്കമാകും. റെയിൽവേ സ്റ്റേഷനുകളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 553 റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസനത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിടും. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ 31 പദ്ധതികൾ പ്രധാനമന്ത്രി നവീകരണ ഉദ്ഘാടനം നിർവഹിക്കുന്നവയിൽ ഉൾപ്പെടുന്നു. പാലക്കാട് ഡിവിഷനിൽ 9 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. 19 റെയിൽവേ മേൽപ്പാലങ്ങളുടെയും 2 റെയിൽവേ അടിപ്പാതകളുടെയും നിർമ്മാണത്തിനും ഇന്ന് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. കണ്ണൂർ ജില്ലയിൽ 2 റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിനാണ് തുടക്കമാവുക. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 31 കോടി 30 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾക്കും തലശ്ശേരി സ്റ്റേഷനിൽ 10 കോടി രൂപയുടെ പദ്ധതികൾക്കുമാണ് തുടക്കം കുറിക്കുന്നത്. 10 കോടി 59 ലക്ഷം രൂപ ചെലവഴിച്ച് മാഹി സ്റ്റേഷനും നവീകരിക്കുന്നുണ്ട്. ജില്ലയിൽ 8 റെയിൽവേ മേൽപ്പാലങ്ങളുടെയും അടിപ്പാതകളുടെയും നിർമ്മാണത്തിനും തുടക്കമിടും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പങ്കെടുക്കും. വർക്കല ജനതാമുക്കിൽ മേൽപ്പാല നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പങ്കെടുക്കും. രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള വസ്ത്രമേളകളിൽ ഒന്നായ ഭാരത് ടെക്സ് 2024 ന്യൂഡൽഹിയിൽ തുടക്കമായി. ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേള ഉദ്ഘാടനം ചെയ്തു. വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ വസ്ത്രനിർമ്മാണ മേഖലയുടെ സംഭാവന വർദ്ധിപ്പിക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം 29 വരെ നീളുന്ന മേള വസ്ത്ര വ്യാപാര മേഖലയിൽ ഇന്ത്യയുടെ കഴിവ് പ്രദർശിപ്പിക്കുന്നതിനുള്ള വേദി കൂടിയാണ്. 100 രാജ്യങ്ങളിൽ നിന്നുള്ള 3000-ലധികം പ്രതിനിധികൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭിന്നശേഷിയുള്ളവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് സംസ്ഥാന സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭിന്നശേഷിക്കാരുമായും മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരുമായും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവകേരള സൃഷ്ടിയിൽ ഭിന്നശേഷികൾ ഉള്ളവരെ കൂടി ഉൾപ്പെടുത്തുന്നതിനാണ് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭിന്നശേഷികൾ ഉള്ളവരെ കൂടി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചു വരുന്നത്. നവകേരളത്തിന്റെ മുഖമുദ്രകളിൽ പ്രധാനപ്പെട്ട ഒന്ന് അതിന്റെ ഉൾച്ചേർക്കൽ സ്വഭാവമാണ്. എന്ത് കാരണത്തിന്റെ പേരിലാണെങ്കിലും ഒരൊറ്റ വ്യക്തി പോലും അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയില്ല. കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും എല്ലാ പ്രദേശങ്ങൾക്കും അതിന്റെ പ്രയോജനമുണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുന്നത് അവരെയെല്ലാം നവകേരള സൃഷ്ടിയുടെ ഭാഗമാക്കിക്കൊണ്ടാണ്. നവകേരളം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സമഗ്രമായി ക്രോഡീകരിക്കേണ്ടതുണ്ട്. ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനം സമൂഹത്തിന്റെ പൊതു ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭിന്നശേഷിക്കാർക്കും രക്ഷിതാക്കൾക്കും മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് കൌൺസിലിംഗ് ഉൾപ്പെടെയുള്ള സഹായം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ സഹജീവനം സഹായ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി വിനായക് ദാമോദർ സവർക്കറുടെ ചരമവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രവർത്തിച്ച വീർ സവർക്കറുടെ സമർപ്പണം ഇന്ത്യ എക്കാലവും ഓർക്കുമെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ശ്രീ മോദി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വയനാട് മുള്ളൻകൊല്ലി പുൽപ്പള്ളി മേഖലകളിൽ ഭീതി വിതച്ച കടുവ കൂട്ടിലകപ്പെട്ടു. വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടത്. നിരവധി വളർത്തുമൃഗങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവ കൊന്നിരുന്നു. വനം വകുപ്പിന്റെ കുപ്പാടിയിലുള്ള വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് കടുവയെ മാറ്റും. ഇടുക്കി
നയമയക്കാട്ടിൽ കാട്ടാന പടയപ്പ ഇറങ്ങി. സിമന്റ് കയറ്റിവന്ന ലോറി 1 മണിക്കൂറോളം തടഞ്ഞിട്ട കാട്ടാന വാഹനം തുമ്പിക്കൈ ഉപയോഗിച്ച് തള്ളി നീക്കുകയും ചെയ്തു. കഴിഞ്ഞ 1 മാസക്കാലമായി ഗുണ്ടുമല, തെന്മല ഭാഗങ്ങളിൽ കറങ്ങി നടന്ന കാട്ടാന പുലർച്ചെയോടെയാണ് നയമയക്കാട്ടിൽ എത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രചാരണത്തിൽ പാലിക്കേണ്ട കർശന മാർഗനിർദ്ദേശങ്ങൾ ശുചിത്വ മിഷൻ പുറത്തിറക്കി. തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും മാലിന്യമുക്തവും പരിസ്ഥിതി സൌഹൃദവുമാക്കുന്നതിനാണ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. തിരഞ്ഞെടുപ്പിന് ആവശ്യമായ പരസ്യ പ്രചരണ ബാനറുകൾ, ബോർഡുകൾ, ഹോർഡിങ്ങുകൾ തുടങ്ങിയവയ്ക്ക് പുനഃചംക്രമണം സാധ്യമല്ലാത്ത PVC, ഫ്ലെക്സ്, പോളിസ്റ്റർ, നൈലോൺ, പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ള തുണി എന്നിവ ഉപയോഗിക്കാൻ പാടില്ല. 100% കോട്ടൺ, പ്ലാസ്റ്റിക് ഇല്ലാത്ത പേപ്പർ, റീസൈക്കിൾ ചെയ്യാവുന്ന പോളിയെത്തിലീൻ എന്നിവയിൽ PVC ഫ്രീ റീസൈക്കിളബിൾ ലോഗോയും യൂണിറ്റിന്റെ പേരും മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് നമ്പർ അല്ലെങ്കിൽ QR കോഡ് എന്നിവ പതിച്ചുകൊണ്ട് മാത്രമേ ഉപയോഗിക്കാവൂ. പ്രചരണ സാമഗ്രികൾ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് മുഖാന്തരം സാമ്പിളുകൾ സമർപ്പിച്ച് ടെസ്റ്റ് ചെയ്ത് 100% കോട്ടൺ എന്ന് സാക്ഷ്യപ്പെടുത്തി മാത്രമേ വിൽപ്പന നടത്താൻ പാടുള്ളൂ. ഉപയോഗശേഷമുള്ള പോളിയെത്തിലീൻ ഷീറ്റ് പ്രിന്റിംഗ് യൂണിറ്റിലേക്ക് തന്നെയോ അംഗീകൃത റീസൈക്ലിംഗ് യൂണിറ്റിലേക്കോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഹരിതകർമ്മസേന, ക്ലീൻ കേരള കമ്പനി എന്നിവർക്ക് യൂസർ ഫീ നൽകിയോ റീസൈക്ലിംഗ് ഉറപ്പാക്കണം. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വധശിക്ഷ നൽകാതിരിക്കാനും ശിക്ഷയിൽ കുറവ് വരുത്തണമെന്നും കേസിലെ പ്രതികൾ ഹൈക്കോടതിയോട് അഭ്യർത്ഥിച്ചു. തങ്ങൾ നിരപരാധികളാണെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും കുടുംബങ്ങൾ അനാഥമാകുമെന്നും ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്നും പ്രതികൾ ആവശ്യപ്പെട്ടു. കേസ് ഹൈക്കോടതി പിന്നീട് പരിഗണിക്കും. സംസ്ഥാനത്ത് നിർമ്മിച്ച 68 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് നിർവഹിക്കും. തോന്നയ്ക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉദ്ഘാടന ചടങ്ങ്. 33 സ്കൂൾ കെട്ടിടങ്ങളുടെ തറക്കല്ലിടലും ചടങ്ങിൽ മുഖ്യമന്ത്രി നിർവഹിക്കും. ഓൺലൈനായി മറ്റു സ്കൂളുകളിൽ നടക്കുന്ന ചടങ്ങുകളിൽ മന്ത്രിമാരും MLA-മാരും പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ 2ാം ഘട്ട പര്യടനം പുരോഗമിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ അമ്പലത്തറ, വള്ളക്കടവ് എന്നിവിടങ്ങളിലാണ് ഇന്നത്തെ പര്യടനം. പരിപാടിയോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്കുള്ള സൌജന്യ പാചകവാതക കണക്ഷൻ വിതരണം, സൌജന്യ രക്തപരിശോധനാ ക്യാമ്പ്, കർഷകർക്കുള്ള ഡ്രോൺ പ്രദർശനം എന്നിവ നടക്കും. ഹെയർ ബാൻഡിന്റെ രൂപത്തിലാക്കി ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 14 ലക്ഷം രൂപയുടെ 229 ഗ്രാം സ്വർണം കൊച്ചി വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടി. കുവൈത്തിൽ നിന്ന് വന്ന ആന്ധ്രാപ്രദേശ് സ്വദേശി അഹമ്മദ് ബാഷയെയാണ് പിടികൂടിയത്. മാലിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിന്റെ ശുചിമുറിയിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 37 ലക്ഷം രൂപയുടെ സ്വർണവും കസ്റ്റംസ് പിടികൂടി. കൊല്ലം കേരളപുരത്ത് ഗുണ്ട ആക്രമണത്തിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. രാത്രി സൊസൈറ്റി മുക്കിൽ അടിപിടി നടന്ന സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തെയാണ് ആക്രമിച്ചത്. കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കാണ് പരിക്കേറ്റത്. ഗുണ്ടാ സംഘത്തിലെ 4 പേരെ പോലീസ് കീഴടക്കി. KPCC സംഘടിപ്പിക്കുന്ന സമരാഗ്നി ജാഥയുടെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് K സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ ജനകീയ ചർച്ചാ സദസ്സ് ആരംഭിച്ചു. വന്യമൃഗശല്യം മുതൽ സമൂഹത്തിലെ വിവിധ മേഖലകളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ജനകീയ ചർച്ചാ സദസ്സിൽ ചർച്ച ചെയ്യുന്നത്. നാവികസേനാ മേധാവി അഡ്മിറൽ R. ഹരികുമാർ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. ഗവർണറെയും മുഖ്യമന്ത്രിയെയും അദ്ദേഹം സന്ദർശിക്കും. നേവൽ വെറ്ററൻസ്, നേവൽ NCC കേഡറ്റുകൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുതിർന്ന പ്രവർത്തകർ എന്നിവരെ അഭിസംബോധന ചെയ്യും. കാക്കനാട് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിലും കോഴിക്കോടും 4.5 കോടി രൂപ വീതം ചെലവിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനായി സജ്ജീകരിച്ച മൈക്രോബയോളജി ഫുഡ് ടെസ്റ്റിംഗ് ലാബ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യസുരക്ഷാ രംഗത്ത് കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് ചടങ്ങിൽ ഓൺലൈനായി പങ്കെടുത്ത മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കോഴിക്കോട് പെരുവണ്ണാമൊഴി ചെറുകിട ജലവൈദ്യുത പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് നാടിന് സമർപ്പിക്കും. കൊയിലാണ്ടി താലൂക്കിൽ ചക്കിട്ടപ്പാറ, ചെമ്പനോട വില്ലേജുകളിലായാണ് പെരുവണ്ണാമൊഴി ചെറുകിട ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. 3 മെഗാവാട്ട് സ്ഥാപിത ശേഷിയോടുകൂടിയ 2 ജനറേറ്ററുകളാണ് നിലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പ്രതിവർഷം 24.7 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം. C. കേശവൻ സ്മാരക അവാർഡ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമേസ് കാത്തോലിക്ക ബാവയ്ക്ക് വൈകിട്ട് സമ്മാനിക്കും. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുരസ്കാരം നൽകുക. ഇംഗ്ലണ്ടിനെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയപ്രതീക്ഷയിൽ ഇന്ത്യ. 5 വിക്കറ്റ് ബാക്കി നിൽക്കെ ഇന്ത്യയ്ക്ക് ജയിക്കാൻ 59 റൺസ് മതി. ശുഭ്മാൻ ഗിൽ 23 റൺസോടെയും ജുറൈൽ 9 റണ്ണോടെയും ബാറ്റ് ചെയ്യുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ. തിരുവനന്തപുരത്ത് VSSയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. BJPയുടെ പദയാത്രാ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 31 റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെ രാജ്യത്തെ 554 സ്റ്റേഷനുകളുടെ നവീകരണത്തിന് പ്രധാനമന്ത്രി അല്പസമയത്തിനകം തുടക്കം കുറിക്കും. ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനം സമൂഹത്തിന്റെ പൊതു ഉത്തരവാദിത്തമെന്ന് മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് മുള്ളൻകൊല്ലി, പുൽപ്പള്ളി മേഖലകളിൽ ഭീതി വിതച്ച കടുവ വനംവകുപ്പിന്റെ കൂട്ടിലകപ്പെട്ടു. ഇംഗ്ലണ്ടിനെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയപ്രതീക്ഷയിൽ ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.